ആയിരുന്നു ഭയങ്കര സൗണ്ട്. എനിക്ക് ആ വീട്ടിലോട്ട് കയറി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അനീഷ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, ഹേറ്റ് ആയിരുന്നു എനിക്ക് അനീഷിന്. പക്ഷേ ഇറങ്ങാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അനീഷ്. അത്ര സ്വീറ്റാണ് അനീഷ്. നമ്മളെ ചെല്ലുക, കെട്ടിപ്പിടിക്കുക, കാര്യങ്ങൾ പറയുക. വീട്ടിൽ കയറണമെന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും എൻ്റെ വീട്ടിലോട്ട് വരണം, ഞാൻ കൊച്ചി വരുമ്പോൾ നിങ്ങൾ എടുത്തു വരും എന്നൊക്കെ പറഞ്ഞു. ആദ്യം വീട്ടിൽ കയറ്റില്ലാന്ന് പറഞ്ഞ ആളാണ്. അതെ അതെ അതെ, അതാണെന്ന് തോന്നുന്നത്. കാരണം അപ്പോഴത്തേക്ക് അനീഷ് എങ്ങും കണ്ടില്ല. ലവ് സ്റ്റാർട്ടിൽ ഫെയിൽഡ് ആയതും കാണാനായിട്ട് തോന്നുന്നു. അതും ഫെയിലായെന്ന് തോന്നുന്നു. കാരണം അനുമോൾക്ക് അറിയാം ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത്. വെരി സ്ട്രോങ്. നമ്മളെല്ലാവരും പറയാം അനുമോൾ ഭയങ്കര കരഞ്ഞിരിക്കുന്ന ആളാണ്, ഇങ്ങനെ പറ്റില്ല. പക്ഷേ 24 മണിക്കൂറും കരഞ്ഞിരുന്നാലും നടക്കത്തില്ല. അവിടുത്തെ ഗെയിം ഞാൻ പറയാം, ഒരു ദിവസം അടിയിൽ നിന്ന് പോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ്, അത്രയും പ്രഷറും ഉണ്ട്. അതിനിടയ്ക്ക് ഇത്രയും നല്ലൊരു കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കാൻ വിളിച്ചിട്ട് ആളുടെ കഴിവുണ്ട്. റീഎൻട്രി ചെയ്ത കുറച്ച് പേര് പുറമേന്ന് പ്ലാൻ ചെയ്ത് അനുമോൾ അറ്റാക്ക് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട്. അത് ഒരു പി ആറിന്റെ ബേസിൽ ചെയ്താണെന്ന് വിശ്വസിക്കുന്നത്. അതൊരു വേറെ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് പി ആറിന് വേണ്ടി ചെയ്തത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് അനുമോൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിരുന്നു അവരുണ്ട്. അപ്പോൾ അവർ റീഎൻട്രി ചെയ്തപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള രീതിക്ക് പോയതാണ്. അപ്പോൾ വലിയ സൈറ്റിലേക്ക് പോയി. ശരിക്കും അത് അനുവിന് പോസിറ്റീവായിട്ട് അതെ സത്യം പറഞ്ഞാൽ ഞാൻ റീഎൻട്രി ചെയ്യുന്ന സമയത്ത് എന്നോട് ഇവിടെ മീഡിയക്കാർ ചോദിച്ചിരുന്നു ആര് വിന്നറാവുന്ന തോന്നുന്നു. എനിക്ക് പ്രത്യേകിച്ച് ആരെയും അറിയില്ലായിരുന്നു. കാരണം അനു ആയാലും അനീഷ് ആയാലും എല്ലാം സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ റീഎൻട്രി ചെയ്ത് കഴിഞ്ഞ് വീടിനകത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു അനുമോൾ കരുതി ചാൻസ് കൂടുതൽ. കാരണം അത്ര ഓട് എല്ലാം ചില സമയത്ത് കരുതി